നമസ്കാരം ഡോക്ടർ. ഇത് എന്റെ കയ്യിലുള്ളത് ആടലോടകമാണ്. ഈ ആടലോടകം ഞാനിപ്പോഴും എന്നും ഓർക്കുന്നൊരു ഔഷധ സസ്യമാണ്. കാരണം ഇപ്പോഴും എനിക്ക് ചുമ വരുമ്പോ അമ്മ പറയുന്നത് ആടലോടകം പിഴിഞ്ഞ് കഴിക്കാനാണ് പറയുന്നത്. ഇത് എന്റെ മക്കൾക്കായാലും ആർക്ക് ചുമ വന്നാലും ഇപ്പൊ അമ്മ പറയുന്നത് പെട്ടെന്ന് പറയുന്ന ഒരു പേരാണ് ആടലോടകം. ഇത് ചുമക്ക് എങ്ങനെയാണിത്? ഇത് പണ്ടൊക്കെ എല്ലാ വീട്ടുമുറ്റത്തും ഒരു ആടലോടകത്തിന്റെ ചെടി ഉണ്ടാവും. വീട്ടുമുറ്റത്തല്ല ഉണ്ടാവുക, വേലിയുടെ സമീപത്ത് എന്തായാലും ഒരു ആടലോടകം ഉണ്ടാവും. ഇത് ശരിക്കും ഇതിനെ നമ്മള് ആടലോടകം എന്ന് പറയുന്നത് വലിയ ആടലോടകമുണ്ട്, ചെറിയ ആടലോടകം. ഇത് വലിയ ആടലോടകമാണ്. ആടലോടകം ഇന്ത്യയിൽ മൊത്തത്തിൽ എല്ലായിടത്തും കാണുന്ന ഒരു ഔഷധസസ്യമാണ്. ചെറിയ ആടലോടകം പ്രത്യേകിച്ച് കേരളത്തിലാണ് അധികം കാണാറുള്ളത്. ഇതിന്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് അടതോട വാസിക്കാണ് അതിന്റെ ശാസ്ത്രീയ നാമം. ഇതിന്റെ പ്രധാന ഗുണങ്ങളൊന്ന് കഫക്കെട്ട്, ചുമ അങ്ങനെയുള്ള അസുഖങ്ങൾ കുറയ്ക്കുന്നതാണ് പ്രധാന ഗുണങ്ങൾ. ഇതിന് വേറൊരു ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്വാസകോശത്തിന്റെ സങ്കോച വികാസങ്ങളുടെ ക്ഷമത കൂട്ടുന്ന ഒരു ഔഷധസസ്യമാണ്. ഇത് ചുമക്ക് ഇപ്പോഴത്തെ നമ്മുടെ കാലാവസ്ഥയിൽ ഇപ്പോൾ എല്ലായിടത്തും ഒരു ചുമ ഇവിടെ പിടിച്ചിട്ടുണ്ടല്ലോ. ആ ചുമക്ക് ഇതിന്റെ ഇല വാട്ടിപ്പിഴിഞ്ഞ നീര് ഒരു സ്പൂൺ എടുക്കുക, ഒരു സ്പൂൺ തേനെടുക്കുക. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ചാലിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ചുമ നന്നായിട്ട് കുറയും. അതുപോലെ തന്നെ ആടലോടകത്തിന്റെ ഇലയുടെ നീരും തേനും പ്ലസ് ഒരു നമ്മൾ തിപ്പല്ലി പിടിച്ചതും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് കഴിക്കുക. നന്നായിട്ട് ചുമ കുറയും. ഈ കഫക്കെട്ടിനൊക്കെ ഏറ്റവും കുറയും. കഫക്കെട്ടിനെ നമുക്ക് ഇതിന്റെ ഇല മാത്രമല്ല, ഇതിന്റെ വേരും തണ്ടും എല്ലാം കൂടെ സമൂലം തിളപ്പിച്ച് അതിന്റെ കഷായം എടുത്ത് കുടിക്കുന്നതല്ല. അതിന് വേറൊരു ഗുണം കൂടി ഉണ്ട്. ഇതിന്റെ ഇലയുടെ ഈ സമൂലം തിളപ്പിച്ച് കഷായം കഴിക്കുന്നതിൽ നമ്മുടെ രക്താതിസാരം, അതുപോലെ തന്നെ രക്തം പോകുന്ന പൈൽസിന്റെ പ്രശ്നങ്ങളുണ്ട്. ഇത് രണ്ടിനും നല്ല ആശ്വാസം കിട്ടും. അതിൽ ഇതിനൊരു രക്തത്തില് ഒരു രക്തസ്തംഭനമായിട്ടൊരു ഗുണമുണ്ട്. ഇതിന്റെ ഇതിന്ന് വാസസൈൻ എന്ന് പറയുന്ന ഒരു രാസഘടകം വേർതിരിച്ചെടുത്ത് പരിശോധിച്ചതിൽ അത് നമ്മുടെ ബ്ലഡിലെ പ്ലേറ്റ്ലെറ്റിന്റെ അളവ് കൂട്ടുന്നതായിട്ട് ശാസ്ത്രീയ പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റ്ലെറ്റ് കുറവുള്ള രോഗികളിലും ഇത് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് പ്ലേറ്റ്ലെറ്റ് കുറയുന്ന ലിവർ സിറോസിസ് പോലത്തെ അസുഖങ്ങളിൽ ഇത് വളരെയധികം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഔഷധസസ്യമാണ്. പഴയ തലമുറയ്ക്ക് ഇത് കൃത്യമായിട്ട് അറിയാം. അവര് ഇപ്പോഴും ചുമ അല്ലെങ്കിൽ കഫക്കെട്ട് എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ പറയുന്ന ഒരേ ഒരു മരുന്ന്. അവർക്ക് ഇത് കൃത്യമായിട്ട് അറിഞ്ഞ് അവര് പരീക്ഷിച്ച് വിജയിച്ച സാധനം. പക്ഷെ ഇന്നത്തെ ഒരു തലമുറയ്ക്ക് ഇത് അറിയില്ല. നമ്മുടെ വീടുകളിലൊക്കെ തന്നെ പണ്ടത്തെ വീടുകളുടെയൊക്കെ വേലിയിൽ ഇത് ഉണ്ടായിരുന്നു. ഇതിന്റെ മറ്റൊരു ഉപയോഗം എന്ന് പറയുന്നത് ഈ അമിത ആർത്തവം ഉണ്ടല്ലോ. ആർത്തവം വന്നിട്ട് അത് കൂടുതലായിട്ട് ബ്ലീഡിങ് ഉണ്ടാവുന്ന സ്ത്രീകൾ, അവർക്ക് ഇതിന്റെ എല്ലാം ഒരു 10 ഗ്രാം പിഴിഞ്ഞ നീര് 10 ഗ്രാം ശർക്കരയും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ബ്ലീഡിങ് പെട്ടെന്ന് നിർത്താനുള്ള ഒരു ഇത് ഈ അറിവ് പലർക്കും ഇപ്പൊ അറിയാത്തൊരു കാര്യമാണ്. കാരണം ഇത് സാധാരണയായിട്ട് കാണുന്ന ഒരു അസുഖത്തിന്റെ ഒരു ഇതാണ്. പക്ഷെ അത് പലർക്കും അറിയില്ല. ഇത് ഇത്രയും സിമ്പിൾ ആയിട്ട് നമ്മുടെ മുറ്റത്ത് അല്ലെങ്കിൽ വേലിക്കുണ്ടാവുന്ന ഒരു ആടലോടകത്തിൽ തീരാവുന്ന പ്രശ്നമൊന്നും അറിയില്ല. ഇതിന് വേറെ ഗുണങ്ങളും കൂടിയുണ്ട്. ഇത് നമുക്ക് ഒരു കൃഷി ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇത് വെച്ചു കൊടുക്കാൻ വളരെ എളുപ്പമാണ്. ഇതിന്റെ ഒരു തണ്ട് വെറുതെ കുഴിച്ചിട്ടാൽ മതി. പ്രത്യേകിച്ച് ഒരു പരിചരണം ഇല്ലെങ്കിലും ആടലോടകം വളർന്നു വെള്ളവും വേണ്ട, നല്ല വേനൽക്ക് ഇത് പിടിച്ചു നിൽക്കും. അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു കൃഷി ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ചെറിയ ഏരിയ പ്ലോട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് അതിന് ജൈവ വേലിയായിട്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് ഉപയോഗം നടക്കുന്ന പറഞ്ഞാൽ വേലിയുടെ ഉപയോഗം നടക്കും, നമുക്ക് ഔഷധമായിട്ട് ഉപയോഗിക്കാം. ഇനി ഇതിന് വേറൊരു ഉപയോഗം കൂടി ഉണ്ട്. ഇത് നല്ലൊരു കീടനാശിനി കൂടിയാണ്. അപ്പൊ ആ ഒരു ആവശ്യം കൂടി നിറവേറ്റാൻ കഴിയും. കൃഷി ചെയ്യുന്നവർക്ക് ഫംഗസിന്റെ ചെടികളിൽ ഉണ്ടാകുന്ന ഫംഗസിന്റെ ഉപയോഗങ്ങൾക്കൊക്കെ അസുഖങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ സാധിക്കും. ഇത് കൃഷിയായിട്ട് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. നമുക്ക് കൃഷിയായിട്ട് ആടലോടക വേരൊക്കെ നമുക്ക് മാർക്കറ്റിൽ സുലഭമായിട്ട് ലഭിക്കുന്നുണ്ട്. കൃഷിയായിട്ട് പക്ഷെ എവിടെയെങ്കിലും ചെയ്യണമല്ലോ, അത് കിട്ടണമെന്ന് ഞാൻ കൃഷിയായിട്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഉപയോഗങ്ങൾക്കുള്ള ആടലോടക വേരിന് വേണ്ടിയിട്ട് ആടലോടകത്തിന്റെ എല്ലാം കിട്ടാൻ വേണ്ടിയിട്ടും നമ്മള് ചെയ്യുന്നുണ്ട്. നമുക്കെന്താ വെച്ചാൽ ഈ വാശാവലേഹം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലേഹ്യമുണ്ട്. അതിന് ഇതിന്റെ നീര് തന്നെ വേണം. അപ്പൊ അതിന് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ കുറെ കഷായങ്ങൾക്ക് നമുക്ക് ഇതിന്റെ വേരും തണ്ടുള്ള ആവശ്യമുണ്ട്. ദശമൂലകടത്തിനും കഷായം, അങ്ങനെ കഷായങ്ങളിലൊക്കെ ഇതിന്റെ മൊത്തം സമൂലമായിട്ട് വേണ്ടതാണ്. ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ ഇപ്പൊ പഴയ തലമുറയ്ക്ക് ചിലപ്പോ അറിയണമെന്നില്ല.
അവര് ഏറ്റവും കൂടുതൽ പറയുന്നത് ചുമ, കഫക്കെട്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പൊ ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇതൊരു പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കേണ്ടത് ഒരു ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും അത് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ഇതിന്റെ കൃഷി രീതികളും അതിന്റെ അത്യാവശ്യം നമ്മളുടെ പഴയ മുത്തശ്ശി പ്രയോഗങ്ങളൊക്കെ പുതിയ തലമുറയിലേക്ക് കൊണ്ടുവരേണ്ടതുമാണ്. അത് എവിടെയോ വെച്ച് നമുക്ക് നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ടതിന്റെ നമുക്ക് അതിന്റെ ദോഷങ്ങൾ ഇപ്പൊ അനുഭവിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ ആടലോടകത്തെ കുറിച്ച് ഇത്തരം ഒരു അറിവ്, പുതിയ അറിവായിരിക്കും പലർക്കും ഉണ്ടാവുക. പഴയ തലമുറയിലുള്ള ആളുകൾക്ക് കുറെ അറിവുണ്ടാവും. പക്ഷെ പുതിയ തലമുറയ്ക്ക് ഇതൊരു തീരെ അറിയാത്ത ഒരു കാര്യമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ഡോക്ടർ ഇത്തരം കാര്യങ്ങള് നമുക്ക് ഔഷധ സസ്യങ്ങളെ പരിചയപ്പെടുത്തുന്നതും അതിന്റെ ഉപയോഗങ്ങളും സംബന്ധിച്ച ഇനി നമ്മൾ തുടരാം. ഇതേമാതിരി നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ മറ്റൊരു ഔഷധവുമായി നമുക്ക് പരിചയപ്പെടാം. എന്തായാലും നന്ദി.